നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് മുമ്പ് നമ്മൾ ഏറെ ചർച്ച ചെയ്തിരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെക്കുറിച്ചായിരുന്നു. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏതാണ്ട് സൗഹൃദ രാഷ്ട്രങ്ങളായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ അട്ടിമറിക്കപ്പെടുകയും അവർ രാജിവെച്ച് രാജ്യത്തു നിന്ന് പലായനം ചെയ്യുകയും ചെയ്തതോടുകൂടി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാവുകയായിരുന്നു. പിന്നീട് അവിടെ വന്ന ഇടക്കാല സർക്കാർ ഇന്ത്യക്കെതിരെ തിരിയുകയായിരുന്നു. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കൾക്കും മറ്റ് മതവിഭാഗങ്ങൾക്കുമെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു. ഹിന്ദു വംശഹത്യ തന്നെ ബംഗ്ലാദേശിൽ നടന്നു. ഇതാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. ഹിന്ദുക്കളെ കൊല്ലരുത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നിർത്തണം എന്ന് പലതവണ ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. പലപ്പോഴും ബംഗ്ലാദേശ് അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ ഇന്ത്യയുടെ നടപടിയോട് അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് പലതവണ ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയും മറ്റുമൊക്കെ ചെയ്തു. മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർ മുൻതൂക്കം കൊടുത്തു, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ അവർ പലർക്കും അനുമതി കൊടുക്കുകയും ചെയ്തു. ജയിലിലായിരുന്ന ഇന്ത്യ വിരുദ്ധരായ ഭീകരന്മാരെയെല്ലാം തുറന്നുവിട്ടു. പാകിസ്ഥാനുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും RDX ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നു. വെടിമരുന്നുകൾ, അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നു. ഇന്ത്യ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നൊക്കെ പറയുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പോലും ഞങ്ങൾ ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ്. അതായത് ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അടർത്തി മാറ്റും, 5 സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കും എന്നൊക്കെയാണ് ബംഗ്ലാദേശിലെ പലരും അവിടെ ഇരുന്നു കൊണ്ട് ഗീർവാണമടിച്ചത് എന്ന് നമ്മൾ കേട്ടു. എന്തായാലും ഇതൊക്കെ നമ്മൾ കേട്ടു. ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രസ്താവന നമ്മൾ കേട്ടു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. ഇതെല്ലാം ബംഗ്ലാദേശുമായി ഇങ്ങനെ നടക്കുമ്പോഴാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നതും ഇന്ത്യ പാകിസ്ഥാന് നേരെ തിരിയുന്നതും. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിയായ ജനറൽ അസിം മുനീറിന് പോലും പങ്കുണ്ട് എന്ന് ഇന്ത്യ തിരിച്ചറിയുന്നു. ശക്തമായ സൈനിക മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്യുന്നു. തീരുമാനിക്കുക മാത്രമല്ല, ഈ കഴിഞ്ഞുപോയ മെയ് 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ 4 ദിവസം ശക്തമായ ആക്രമണം പാകിസ്ഥാന് മേൽ അഴിച്ചുവിടുന്നു. ഒടുവിൽ ഈ ആക്രമണം താങ്ങാൻ കഴിയാതെ പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ത്യ അത് അംഗീകരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇന്ത്യ അംഗീകരിച്ചത് എന്ന ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ ഉത്തരം ഇന്ത്യ നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ ആ സൈനിക നടപടി കൊണ്ടുള്ള ലക്ഷ്യം നിറവേറ്റി. അതുകൊണ്ട് ഇന്ത്യ അവിടെ അവസാനിപ്പിച്ചു. അതായത് 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ആദ്യ ദിവസം തന്നെ ഇന്ത്യ ലക്ഷ്യം നിറവേറ്റി. പിന്നീട് പാകിസ്ഥാന് നൽകിയ തിരിച്ചടിക്ക് മറുപടി നൽകുക മാത്രമാണ് ഇന്ത്യ 10-ാം തീയതി വരെയും ചെയ്തത്. 10-ാം തീയതിയോടുകൂടി ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ നിർണായകമായ വ്യോമസേനാ താവളങ്ങളും ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വരെയും ഇന്ത്യയുടെ ആക്രമണത്തിന് ഇരയായി. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെയും പാകിസ്ഥാൻ്റെ ഈ പട്ടാള മേധാവിയുടെയും വീടിന് സമീപം വരെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ എത്തി എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് പാകിസ്ഥാൻ സമ്പൂർണമായ പരാജയത്തിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ 4 ദിവസം പാകിസ്ഥാനും ഇന്ത്യയുമായി സംഘർഷമുണ്ടായിട്ടും അതിനുശേഷവും ബംഗ്ലാദേശിൽ നിന്നും ഒരാളും ഇന്ത്യക്കെതിരെ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചത് ശരിയായില്ല എന്നൊരു വാക്കുപോലും ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതെന്തുകൊണ്ടാണ് എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൽ നിരവധി ഉത്തരങ്ങൾ വരുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര സ്ഥിതി അത് വളരെയധികം മോശമാണ് ഇപ്പോൾ എന്നാണ്. അതായത് ഇടക്കാല സർക്കാരും പട്ടാളവും തമ്മിൽ തെറ്റിയിരിക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭകരും ഇടക്കാല സർക്കാരും തമ്മിൽ അത്ര രസത്തിലല്ല എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുമ്പ് പഹൽഗാം ഭീകരാക്രമണം നടന്ന് 14-ാം ദിവസമാണ് പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. ബംഗ്ലാദേശ് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് പാകിസ്ഥാനെ തിരിച്ചടി കൊടുത്തത് എന്ന് വാദിക്കുന്നവരുമുണ്ട്.
ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഇന്ത്യ കനത്ത സേനാ വിന്യാസം നടത്തി. ഒരു കാരണവശാലും ബംഗ്ലാദേശ് ഭാഗത്തു നിന്നും ഇങ്ങോട്ടൊരു പ്രകോപനം ഉണ്ടാകില്ല. എല്ലാവിധ അത്യാധുനിക ആയുധങ്ങളും അണിനിരത്തുകയും ബംഗ്ലാദേശിനെ സ്തബ്ധരാക്കിയതിനു ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ബംഗ്ലാദേശിൻ്റെ സൈന്യവും സമ്മതിക്കുന്നുണ്ട്. അതായത് ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ മസിൽ ഷോ നടത്തി. അതായത് ബംഗ്ലാദേശിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യ ആയുധങ്ങൾ വിന്യസിച്ചു എന്ന് ബംഗ്ലാദേശിൻ്റെ ആർമിയുടെ ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ സൂചനകളുണ്ട്. അതായത് ഇതാണ് ബംഗ്ലാദേശിനെ കൃത്യമായി നിശബ്ദരാക്കുന്നു. ഒരു ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചടി ഉണ്ടാകില്ല എന്ന് കൃത്യമായി ഈ അതിർത്തികൾ വളരെ സേഫാക്കുന്നു. അതിർത്തികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു. ഇത് ബംഗ്ലാദേശിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് പാളിപ്പോയ അല്ലെങ്കിൽ ഇത് കണ്ട് അന്താളിച്ച ബംഗ്ലാദേശിനെ കണ്ട ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക നടപടിക്ക് മുതിർന്നത് എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം ലഭിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഛിന്നഭിന്നമാക്കുമെന്നൊക്കെ പറഞ്ഞ ഗീർവാണങ്ങൾ അത് വെറും ഗീർവാണങ്ങൾ മാത്രമായി അവശേഷിച്ചു. ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാനാകില്ല, ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ ബംഗ്ലാദേശിന് ശക്തിയില്ല എന്ന് ബംഗ്ലാദേശിനെ കൂടി മനസ്സിലാക്കി കൊടുത്ത സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.